അമ്മമ്മേ, ഒരു കാര്യം ചോദിക്കട്ടെ? ഒരു കാര്യം ചോദിക്കണ്ട. ഈ തള്ളിന്റെ പ്രാന്തുണ്ട്. പ്രാന്ത് അപ്പന പോരാടുന്നു. ഇത് വൈദ്യശാല അല്ല, കള്ളുഷാപ്പ്. എന്താ വേണ്ടേ? ഈ ബാലമ്മേന്റെ വീട്ടിലേക്ക് എങ്ങനെയാ പോവാ? നടന്നും പോവാം, ബസ്സിനും പോവാം, സൈക്കിളിലും പോവാം, എങ്ങനെ വേണമെങ്കിലും പോവാം. എനിക്ക് അങ്ങോട്ട് പോവാനാണേ. എടോ മനുഷ്യ, ഈ നാട്ടിൽ ഒരുപാട് ബാലമേനന്മാരുണ്ട്. അതെ, ഇതിലേ പോയാൽ ഒരു ബാലമേന്റെ വീട്ടിലേക്ക് ഇതിലേ പോയാലും ഒരു ബാലമേന്റെ വീട്ടിലേക്ക് പോവാം. ഇതിലേ പോയാലും ഒരു ബാലമേന്റെ വീട്ടിലേക്ക് പോവാം. ഇത് ഏത് ബാലമേന്റെ വീട്ടിലേക്ക് നിനക്ക് പോകണ്ടേ? 2 പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുള്ള ആളാണേ. ഓ, വാദം ഉണ്ടായിട്ടുണ്ടോ? അതെനിക്കറിയില്ല. എന്നാ വാദം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിന് ചികിത്സിച്ചോണ്ടിരുന്നേ. അപ്പൊ അതിന് ശേഷം ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത്? അതെ, അങ്ങനോട് ചോദിക്കണം. നമ്മ ആരാ? ഈ ഒരു നമ്മി അല്ല, താനെന്താ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ആടണേ? ഇതിപ്പോ ഞാൻ ശരിയാക്കാം. ശരിയാക്കണ്ട, താൻ അടുത്ത് കൈ പിടിച്ചോളൂ. എന്റെ മൂത്ത അമ്മാവുണ്ടല്ലോ, ആ അമ്മാവന്റെ ജ്യേഷ്ഠന്റെ ഒരു മകനുണ്ട്. അവന്റെ ജ്യേഷ്ഠന്റെ ഒരു കുട്ടികളുണ്ടാവല്ലോ. ആ കുട്ടിയുടെ അമ്മാവന്റെ മകന്റെ, അതായത് മകൻ. അതന്നെ, അടുത്ത ബന്ധമാണല്ലോ. എന്തിനാണോ വെറുതെ? ഒരു കാര്യം ചെയ്തോളൂ, ഇതിലേ അങ്ങോട്ട് ചെല്ലുക, എന്നിട്ട് ഇതിലേ അങ്ങോട്ട് പോയിക്കോളൂ. ഒരു വൈദ്യ തമാശക്കാരനല്ല, കാര്യമായിട്ടാ. ഭ്രാന്ത് പിടിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ബാലേട്ട, ബാലേട്ടനെ മനസ്സിലായില്ലേ? ഇല്ല. ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ പിടികിട്ടി, ആ ആള് തന്നെ. 2 അറ്റാക്ക് കഴിഞ്ഞത് വരെ അറിഞ്ഞിട്ടാ ഞാൻ വരണേ. എനിക്കോ? ആ, അയ്യപ്പൻ പിള്ളേ. എന്തോ അയ്യപ്പൻ പിള്ളയാ? അയ്യോ, ബാലേട്ടനൊരു മാറ്റവും ഇല്ല. കുട്ടിക്കാലത്ത് കണ്ട ആ മുഖം തന്നെ. മനസ്സിലായില്ല. എങ്ങനെയാ മനസ്സിലാവുക? കണ്ടിട്ട് എത്ര കാലായേ? ഞങ്ങളെ ഒരു പാത്രത്തിൽ നിന്ന് ഉണ്ട് കഴിഞ്ഞവരാ. ഞാൻ ഇന്ന് ഓർക്കുക, ആ കുട്ടമാമന്റെ കുളത്തില് ബാലേട്ടൻ എന്നെ നീന്തൽ പഠിപ്പിച്ചതും ശേഖരമാമന്റെ വീട്ടില് സർപ്പമ്പാട്ടൻ എന്നെ തോളിലിരുത്തി കൊണ്ടുപോയതും ഒക്കെ ഞാൻ ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർക്കുക. ഇപ്പൊ എനിക്ക് എന്താ കുഴപ്പമെന്ന് വെച്ചാലേ, സുഖമായിട്ട് കുഴമ്പ് തേച്ചൊന്ന് കുളിക്കണം. ശീലിച്ചതാണേ. ദശാസന്ധികളിലൊക്കെ ഭയങ്കര വേദന. വെള്ളം ചൂടാക്കണം നിർബന്ധ. അകത്താരുല്ലേ? ദേവുട്ടി, ദേവുട്ടി. ആരാ ഇയാള്? ഞാനും അതാ ആലോചിക്കുന്നത്. അയാൾ പേര് പറഞ്ഞ ആൾക്കാരൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടവരും ബന്ധുക്കളൊക്കെയാ. പക്ഷെ ഇയാളാരാ? എന്നിട്ടാണോ അകത്തേക്ക് വിടുന്നത്? ഞാൻ വേണ്ട അയ്യപ്പൻപിള്ളേ, ഇന്ന് എന്റെ മോള് വന്ന ദിവസമാണ്. ഇന്ന് ഏത് ചെകുത്താൻ വന്നാലും ഞാൻ തിരിച്ചയക്കില്ല. നിങ്ങൾ ആരാ? എന്നെ മറന്നോ? മറക്കാൻ നിങ്ങളെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എന്താ ഈ പറയണേ? ഈ ഒക്കത്തിരുത്തി എന്നെ ദേവിട്ടി പൂരം കാണാൻ കൊണ്ടുപോയത് ഇന്നാള് കഴിഞ്ഞതുപോലെ ഓർക്കുക. അല്ല, ചേട്ടന് എത്ര വയസ്സായി? എനിക്ക് വയസ്സ് 40ആയി. എനിക്ക് 26 ആയിട്ടില്ല. അപ്പൊ പിന്നെ ഈ ഒക്കത്തിരുത്തി ദേവിട്ടിനെ ഞാനാവും പൂരം കാണാൻ കൊണ്ടുപോയിണ്ടാവുക. അല്ല, എന്താ ഇപ്പൊ വേണ്ടേ? എനിക്ക് ഈ സൈക്കിൾ വേണം. ദേശാസന്ധികളിലൊക്കെ ഭയങ്കര വേദന. ചൂടുവെള്ളമുണ്ടോ? ഒന്ന് കുളിക്കണം. നല്ല തിളച്ച വെള്ളമുണ്ട് അടുപ്പത്ത്. അതിന്റെ ഇപ്പൊ വല്ല ആവശ്യമുണ്ടോ ദേവുട്ടി? അനിയാഞ്ഞൊന്നേ.
അപ്പോഴേ അതേ വണ്ടി വിടണ്ട. എനിക്ക് ഉച്ചയ്ക്ക് മംഗലത്ത് ബാലമ്മന്റെ വീട്ടില് ഊണ് കഴിക്കാൻ പോകേണ്ടതാ. അപ്പൊ ഞാൻ ചെല്ലാതെ അവരെ എല്ലാം ഇടുകയില്ല. ഇല്ല, അധികം താമസിക്കില്ല. അതെ, അമ്മാവനെ ആയുർവേദം മതി എന്ന് നിർബന്ധമാണ്. അതുകൊണ്ട് വൈദ്യരെ തന്നെ വിളിക്കാൻ. അതേതായാലും നന്നായി. അല്ലെങ്കിൽ ഈ കാലത്ത് തലവപ്പുതി കൊണ്ട് ഒരു ഗുണവും ഇല്ല. അറിയാവുന്നവർക്കല്ലേ അതറിയാവൂ. വന്നാട്ടെ. വരാം വരാം. അയ്യോ, എനിക്ക് കാലിലൊരു ചെറിയ ആണി, അതുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമസ്കാരം. നമസ്കാരം നമസ്കാരം. ചെരുപ്പ് ഊരണ്ടായിരുന്നില്ല. ശരി, പൂരാതെ എങ്ങനെ അകത്ത് കയറുക? അതൊരു മര്യാദ കേടല്ലേ. അമ്മാവാ, സ്വല്പം അങ്ങോട്ട് മാറിയുന്നോളൂ. ആ കഷേര എടുക്കൂ, ഇരിക്കണം. ഇടൂ. എന്താ പൂരം കാണാൻ നിൽക്കുക? സ്വല്പം അങ്ങോട്ട് മാറി നിൽക്കൂ. രോഗി കാറ്റും നിൽക്കും പോട്ടെ. മാറിക്കൂ മാറിക്കൂ. എന്താ സുഖം? എന്താ സുഖം? എന്റെ വൈദ്യരെ, ഈ കണ്ട കാലത്രയും ഒരു അസുഖം ഇല്ലാതെ വരുന്ന ആളാ. പെട്ടെന്ന് പല വെട്ടിയിട്ടുള്ള ഒരു വീഴ്ച അങ്ങ് വീണു. ചുറ്റി വളയ്ക്കാതെ. അസുഖം എന്താന്ന് വെച്ചാൽ 3 വാചകത്തിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വൈദ്യരെ, ആ, വന്നു, ഇരുന്നു, വീണു. അത് ശരിയായില്ലല്ലോ. മിനിഞ്ഞാന്ന് ഇവിടെ വന്നു, ഉവ്വ. ഒന്നിരുന്നു, പിന്നെ വീണു. അതും ശരിയായില്ല. നിങ്ങൾ തന്നെ പറ. ശ്വാസം വിടാനും ഉമിനീരടക്കാനും ബുദ്ധിമുട്ടായിരുന്നു. ആ, അതാ വേണ്ടത്. വൈദ്യരെ, ആ, വല്ല കഷായത്തിനോ കീ പിടിക്കാനോ എഴുതി തന്നിരുന്നെങ്കിൽ. ആരാ ഒരു പുതിയ വൈദ്യകലാനിധി? ഞാനല്ല. ഞാനല്ലല്ലോ. അല്ല. അപ്പൊ ഒന്നും മിണ്ടണ്ട. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. ഓ. അപ്പോ ഇവിടം വരെ വന്നതിന് എനിക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ തന്നിട്ട് എന്നെ അങ്ങോട്ട് പറഞ്ഞയക്കുക. എന്താ വൈദ്യരെ? ജീവനോടെ കാണണമെന്ന് ആഗ്രഹമുള്ള എല്ലാ ബന്ധുക്കളെയും വിവരം അറിയിക്കുക. ആ, എന്നെ ഏത് മാവ വെട്ടണമെന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ സൗകര്യം നോക്കി വെക്കുക. കച്ചമുണ്ടൻ രാത്രിക്ക് തന്നെ മുമ്പായി കരുതി. വൈദ്യരെ, ഒരു സംശയവും വേണ്ട. ഈ രോഗി 5 മിനിറ്റിനകത്ത് ഇഹലോകവാസം പിടിയും. വെറുതെ അല്ല തന്നെ കൊണ്ട് ആരും ചികിത്സിപ്പിക്കാത്തത്. ഏത് രോഗിയുടെ നാടി പിടിച്ചു നോക്കിയാലും അപ്പൊ താൻ പറയും ചത്തുപോകുന്നു. അതെന്റെ ഒരു സിദ്ധിയാണെന്ന് വെച്ചോളൂ. എന്നിട്ടാണോ താൻ ചത്തുപോകുന്ന പറഞ്ഞ സൈക്കിൾ രക്ഷക്കാരൻ കുമാരൻ കാളക്കുട്ടിയെ പോലെ ഓടി നടക്കുന്നത്? അയ്യോ താൻ മരിക്കുമെന്ന് പറഞ്ഞവരാരെങ്കിലും ഇന്നേ വരെ മരിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ മരിക്കുമെന്ന് പറഞ്ഞവരൊക്കെ മരിച്ചിട്ടുണ്ട്. പക്ഷെ സ്വല്പം നീളം, അത്രേ ഉള്ളൂ. ജനിച്ചവര് മരിക്കുമെന്ന് പറയാൻ തന്റെ ആയുർവേദം ഒന്നും വേണ്ട. അതിനൊരു കാര്യമുണ്ട്. എന്റെ ആയുർവേദത്തെ പിടിച്ച് കളിക്കരുത്. അത് വേറെ കാര്യം. ഞാൻ പറയുന്നു, ഈ രോഗിക്ക് ഇനി ചികിത്സ വേണ്ടെന്ന്. ഇയാളുടെ കാര്യം ദേ ഇപ്പൊ പോകും. എനിക്കോ? വൈദ്യം ഞാൻ ഒരു രോഗിയുടെ മുൻപിൽ വെച്ച് ഇങ്ങനെ പറയാൻ കൊള്ളൂ. താൻ വൈദ്യനാണോ? ഞാൻ ഒരു വൈദ്യനല്ലേ? ഞാൻ പറയട്ടെ, പറയാൻ സമ്മതിക്കില്ല. എക്സ്ക്യൂസ് മീ ചേട്ടാ, ഈ ഇലക്ഷൻ നീട്ടി വെക്കും തോറും. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്. കുറച്ച് ദിവസമായി ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിക്കുന്നു. ഇന്നേ അതിന് സമയം കിട്ടിയുള്ളൂ. ഈ ഡോക്ടർമാരെ കാണാൻ സമയത്തിന് വേണ്ടി കാത്തിരിക്കരുത്. ആവശ്യം തോന്നിയ ഉടനെ വരണം. തടി അല്പം കൂടുതലാണ്. അങ്ങനെ തോന്നില്ലല്ലോ. അല്ല, കൂടുതലാണ്. കുറയ്ക്കാം. വയസ്സ് എത്രയായി? വയസ്സോ? എത്രയായാലും 27 പറഞ്ഞാൽ മതി. ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ മാധവൻകുട്ടി, MD, ഇരുനിറം, വയസ്സ് 27, തടി അല്പം കൂടുതലാണ്. അല്ല, നിങ്ങളാരാ? ഇവിടെ എന്താ ഇടപാട്? ഞാൻ കല്യാൺ കുമാർ, കമ്പ്യൂട്ടറൈസ്ഡ് യൂണിവേഴ്സൽ മാരേജ് അലയൻസ് ബ്യൂറോ. അത് ശരി, ബ്രോക്കറാണ് അല്ലേ? എന്നെ ബ്രോക്കർ എന്ന് വിളിക്കരുത്. അതിലൊരു ചീപ്നെസ് ഉണ്ട്. മാരേജ് അസംബ്ലർ എന്നാക്കണം. ഐ എം എൻ എഡ്യൂക്കേറ്റഡ് യങ് മാൻ, SSLC. ഞാൻ സ്വയം കണ്ടെത്തിയ തൊഴിലാണ്. സ്വാതന്ത്ര്യം തോക്കിൻ കുഴലിലൂടെയാണെന്ന് ആരോ പറഞ്ഞിട്ടുള്ളത് പോലെ കല്യാണം കമ്പ്യൂട്ടറിലൂടെ മാത്രം എന്ന് ഞാൻ പറഞ്ഞു. വിവാഹിതരാകാൻ പോകുന്നവരുടെ ഡാറ്റ കളക്ട് ചെയ്ത് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തു. അനുയോജ്യരായ ദമ്പതികളെ കമ്പ്യൂട്ടർ തെരഞ്ഞെടുക്കും. വളരെ നല്ല കാര്യം. ഡോക്ടർക്ക് പറ്റിയ ഒരു കേസ് എന്റെ തടഞ്ഞിട്ടുണ്ട്. അതൊന്ന് ആലോചിച്ചാൽ. അനിതകുമാരി, കുവൈറ്റിൽ നഴ്സാണ്. ഡോക്ടറാണെന്നാണ് പുറത്ത് പറയാറ്. ഒരു 10-17 കൊല്ലത്തെ സർവീസ് കാണും. അപ്പൊ ഒരു 10-35 വയസ്സാണോ അല്ലേ? കുറച്ച് കൂടുതലാണ്. കുറയ്ക്കാൻ കമ്പ്യൂട്ടറിന്റെ സഹായത്തിന്. ഉടനെ കല്യാണം നടത്തിയാൽ ഡോക്ടർക്ക് ഗൾഫിൽ ഒരു ജോലി ഷുവർ.
എല്ലാം ഉറപ്പിക്കാം. വേണ്ട, ഞാൻ എൻഗേജ്ഡ് ആണ്. റിയലി എൻഗേജ്? ഏതാണ്ട്. ഡോക്ടർ, ഒരു ചെറിയ പ്രോബ്ലം. പറയും. ഒരു 10 മണീസ് as a token of gratitude and as a loan to buy a computer. You know my hardships and troubles. ഇതൊരു കല്ലുകളി. അല്ല, ദേവൂട്ടി അന്വേഷിച്ചെന്ന് കേട്ടു. എന്താ കാര്യം? ഞാൻ ദേവൂട്ടിയല്ല, ബാസിപ്പിള്ളയാ. അതെയോ? അല്ല, അപ്പൊ ദേവൂട്ടി അന്വേഷിച്ചെന്ന് കേട്ടു. ഇനി ബാലമ്മന് വല്ല പ്രത്യേകിച്ചും അതൊക്കെ ദാ അവിടെ പോയി ചോദിച്ചോളൂ. ചോദിക്കണമെങ്കിൽ വന്നേ. നമ്മുടെ അസുഖം ഇപ്പൊ എങ്ങനെയുണ്ട്? എനിക്കിപ്പോ ഭയങ്കര വേദനയാ. ദശാസന്ധികളിലൊക്കെ വേദനയാ. അതേ, കൂടിയിട്ടേ കുറയുള്ളൂ. കുറഞ്ഞിട്ട് പിന്നെ കൂടും. പിന്നെ കൂടിയാ പിന്നെ ഒട്ടും കുറയേയില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഈ അസുഖത്തിന്. വാ, പോവാ. കൂടിയിട്ട് കുറയുമ്പോ എന്തിനാ കൂടണേ? കൂടുമ്പോ കുറയുമ്പോ തനിക്ക് ഇപ്പൊ കുറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതെ, ഈ പൊട്ടം കുഴിച്ചാതി എണ്ണ ഉണ്ടല്ലോ, അത് തേച്ച് കുടിച്ചാ പിന്നെ ഒരു ചുക്കുണ്ടാവില്ല. അയ്യോ, കാലുമാണിയ അല്ല കോണി. കിന്നാരം ചോദിക്കുക പോളോർന്നു. എന്താ കിക്കിളിയുണ്ടോ? ദേവൂട്ടിന്റെ അതെ. എന്താ വൈദ്യരെ? എന്താ വൈദ്യരേന്നോ? ഇത്രയും തിരക്കുള്ള സമയത്ത് എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് എന്താ വൈദ്യരേ? 4 ദിവസമായി വല്ലാത്ത ഇളക്കം. എവിടെയാ? വയറ്റിളക്കം. വിശപ്പുണ്ടോ? തീരെ ഇല്ല. തീരെ ഉണ്ടാവില്ല. ദാഹോ? നല്ല ദാഹം. ദാഹം കാണും. ഇല്ല, ഞാൻ അവിടെ തുപ്പിക്കോളാം. ക്ഷീണം ഉണ്ടാവില്ല. ക്ഷീണോ? നല്ല ക്ഷീണം. എനിക്ക് നിക്കാൻ വയ്യ. നിക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ ഇവിടെ തുപ്പി ഞാൻ. എനിക്ക് പോടാവുന്ന. ഞാൻ പിന്നെ 2 കൂട്ടം കഷായത്തിന് എഴുതിത്തരാം. പിന്നെ ഒരു ലേഖ്യവും ഒരു കുഴമ്പും. അല്ല, എന്തിനാ ഈ കുഴമ്പ്? വയറ്റിളക്കത്തിന് എന്തിനാ ഈ കുഴമ്പെന്ന്? എടാ, നിനക്ക് ഈ ആയുർവേദത്തെ കുറിച്ച് വല്ല കുന്തം അറിയാവോ? എടാ, ഈ കുഴമ്പേ പുറത്തു വരുത്താനല്ല, അകത്തേക്ക് സേവിക്കാനാ. ഈ പൂച്ചക്ക് എന്താ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം? കണ്ടോണ്ടിരിക്കാലോ. അങ്ങനെ കണ്ടോണ്ടിരുന്നാ മതി. മിണ്ടോ ഏ കുട്ടിയെ, എനിക്ക് കുറിപ്പിടുന്നതിന് മുമ്പ് നാടി പിടിച്ചൊന്ന് നോക്കണം. ചുമ്മാ നടക്കാത്ത കാര്യം പറയാതെ വൈദ്യരെ. എന്താ, ഞാൻ നാടി പിടിക്കണോണ്ട് കാണാവുണ്ടോ ദേവകുട്ടിക്ക്? പശുവിന്റെ വയറ്റിളക്കത്തിന് എന്റെ നാടി പിടിച്ച് നോക്കിട്ട് എന്താ കാര്യം വൈദ്യരെ? പശുവിന്റെ വയറിളക്കത്തിനാണ് നിങ്ങൾ ഇവിടെ കൊള്ളുന്നത്. അതിനെങ്കിലും മൃഗഡോക്ടറെ വിളിച്ചാൽ പോരായിരുന്നോ? നിങ്ങൾക്ക് മൃഗഡോക്ടർ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടല്ലോ ഡോക്ടറെ. ആ മാധവൻ കുട്ടിയെ വിളിച്ചത് നിങ്ങൾ എന്തെങ്കിലും ഏർപ്പാട് ചെയ്യാൻ പറ്റില്ലേ? ഞങ്ങളെ ഡോക്ടറെ പറഞ്ഞാലുണ്ട് വൈദ്യരെ. പിന്നെ ആയുർവേദത്തെ പിടിച്ച് കളിച്ചാണ്ടല്ലോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞറിയാവോ? എന്താ 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 ഇവിടെ? എന്താ വൈദ്യരെ? ബാസിപ്പിള്ളേ, ദേവുട്ടി, ഇതെന്താണെന്ന്? അയ്യപ്പൻ പിള്ളേ, ഈ നിൽക്കുന്ന വ്യക്തി എന്നെ ദേവുട്ടിയെ കൊണ്ട് ചെകിട്ട തടിപ്പിക്കാൻ ഇപ്പൊ ഒരു ശ്രമം നടത്തി. വൈദ്യരെ, ഞാൻ പുറത്തേക്കൊന്ന് പോവുക. വരുന്നുണ്ടോ? എനിക്ക് വക്കീലിനെ ഒന്ന് കാണും. ഞാനില്ല. ഇവിടെ നിന്നാ തടി കേടാവും. എന്നാ ഞാൻ വരാം. എന്നാ വാ. അയ്യോ. 1, 2, 3 ദിവസത്തിനകം ആ പശുവിന്റെ അസുഖം നിനക്ക് വരും. നിന്റെ വാഷതളയിൽ പോവും. അമ്മ. അല്ല, ഈ അയ്യപ്പൻ പിള്ള എവിടേക്കാ പോയേ? പറഞ്ഞത് കേട്ടില്ലേ? വക്കീലിനെ കാണാൻ. നമ്മുടെ സ്വത്തുഭാഗത്തെ പറ്റി പറയാനാവൂല്ലേ? എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാണ്ടിരിക്കില്ല. അല്ല, നമ്മളല്ലേ ഈ വയസ്സുകാലത്ത് അങ്ങോരം. അയ്യപ്പ ഇരിക്കേ. വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. അതെന്താ ഇപ്പൊ കഴിച്ചിറങ്ങുകയല്ലേ? ഇരിക്കണോ? കാര്യസ്ഥന് മുതലാളിയൊക്കെ പഴയ കാലത്താ. ആ വൈദ്യരെ കണ്ടില്ലല്ലോ. അത് പിന്നെ ആയുർവേദമല്ലേ, സാവകാശം ഭരിക്കൂ. ചെരുപ്പില്ലാണ്ട് എനിക്കൊരു അട്ടി വെക്കാൻ പറ്റില്ല. ഓടുകയാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. ഇല ഇടുന്നതിന് മുമ്പ് എത്തണമെന്ന് വിചാരിച്ചതാ. സാരമില്ല, വൈദ്യരെ അവിടെ ഇരിക്കും. എനിക്കൊരബദ്ധം പറ്റി എന്ന് പറഞ്ഞാൽ മതി. അബദ്ധമായിരിക്കും. എന്താ പറ്റിയത്? ഞാൻ പറയാം. ഒന്നിനെ ഞാൻ പറയാം, നിങ്ങൾ കേൾക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുക, ഞാൻ പറയാം. ഇപ്പൊ ഞാൻ പറയുന്നത് വൈദ്യർ കേട്ടാ മതി. നിങ്ങൾ പറയൂ. ഒന്നുകിൽ വൈദ്യരുടെ അടുത്തേക്ക് ആരെങ്കിലും ചികിത്സയ്ക്ക് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരുടെയെങ്കിലും അടുത്തേക്ക് വൈദ്യർ ചികിത്സയ്ക്ക് പോയിട്ടുണ്ടാവും. അത് തന്നെ ഉണ്ടായേ. എനിക്കറിയാം, നമ്മുടെ രാഘവൻ കൈമൾക്ക് 1 മണിക്കൂറേ ആയുസുള്ളൂ.
ഞാൻ നാടി പിടിച്ചു നോക്കി. ഈ നാടി പിടിച്ചു നോക്കിയാ എങ്ങനെ ആയസറിയാ? അല്ലാതെ നിങ്ങൾ അലോപ്പതിക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അങ്ങനെ അലോപ്പതിക്കാരെ കുറ്റം പറഞ്ഞോണ്ട് നിങ്ങൾ വലിയ ആളൊന്നും വേണ്ട. അത് അങ്ങനെയാണെങ്കിൽ പിന്നെ അത് പറയണ്ടല്ലോ. എന്റെ ഡോക്ടർ സാറേ, വെറുതെ വൈദ്യരെ ചൂടാക്കല്ലേ, അല്ലെങ്കിലേ ചൂടണ. വൈദ്യരങ്ങനെ ചൂടാവൊന്നുമില്ല. ആയുർവേദത്തെ പിടിച്ച് കളിച്ചാൽ ഞാൻ ചൂടാവും. അതെ, ഞാനത് ചോദിക്കട്ടെ, മനുഷ്യന്റെ ആന്തരാളി വ്യൂഹത്തിൽ എത്ര നാഡീ ഞരമ്പുകളുണ്ട്? എത്രയുണ്ട്? എത്ര? 44,448. 48 അര. അരെ? ഇതെന്താ ഈ അര നാഡീ വ്യൂഹം? അരനാഡീ വ്യൂഹം എന്ന് വെച്ചാൽ അരയിലുള്ള ഒരു ചെറിയ നാഡീ വ്യൂഹത്തിനെയാണ് അരനാഡീ വ്യൂഹം എന്ന് പറയുക. എന്താ ചിരിക്കണേ? എന്റെ വൈദ്യർക്ക് കൊച്ചുകുട്ടികൾക്ക് കുളിക്കാനുള്ള എണ്ണ, അല്ലെങ്കിൽ വയസ്സന്മാർക്ക് തേച്ച് കുളിക്കാനുള്ള കുഴമ്പ്, ഇതൊക്കെ ഉണ്ടാക്കി പോരെ, വെറുതെ മനുഷ്യനെ മെനക്കെടുത്ത് നിന്നിനെ. ഞാനൊരു ഡോക്ടറാണ്. അല്ല, അത് പറയരുത്. നമ്മൾ ആയുർവേദത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ തമാശ പറഞ്ഞാണ്. ഞാനൊരു തമാശക്ക് പറഞ്ഞ വൈദ്യർ ഊണ് കഴിക്കൂ. കുഴപ്പമൊന്നുമില്ല. ഞാൻ മിണ്ടായിരിക്കാം, കഴിക്കൂ. എന്നാലും 44,408 അര. നമ്മൾ തമ്മിൽ ഇപ്പൊ തെറ്റും. ഞാൻ ഊണിരിക്കില്ല കാര്യം. എന്നെ പറ്റി വെച്ചിട്ട് ആക്ഷേപിക്കാനുള്ള ഒരു മനുഷ്യനെ ഇരിക്കും. ഊണ് കഴിക്കേ, ഊണ് കഴിക്കും. 48 അര. അതെ, വയറ്റിപ്പഴപ്പല്ലേ. കല്യാണ സമയ സാധനം കൈക്കറികളും പ്രമാണം அந்த கௌரவ பிரசாதம் இதுவே நமக்கு போதும் കല്യാണ സമയ സാധനം കൈക്കറികളും പ്രസാദം இதுவே போதுം കല്യാണ സമയ സാധനം കൈക്കറികളും പ്രമാണം. എനിക്ക് ഇഡ്ലി എന്ന് പറഞ്ഞ ഒരു ആവേശ, ഒരു പ്രാന്ത. ആ, അത് ഇഡ്ഡലി മാത്രമല്ല, കഴിക്കുന്ന വസ്തു എന്തായാലും പ്രാന്ത. അതുകൊട്ടെ, ഒരു നേരം എത്ര ഇഡ്ഡലി തിന്നും? കാര്യമായിട്ടാണോ? ഇവിടെ ഇപ്പൊ എത്ര ഇഡ്ലി ഉണ്ട്? ഇവിടെ ഇപ്പോ വീട്ടിലുള്ളവർക്കും ജോലിക്കാർക്കും ഉണ്ടാക്കിയതുണ്ട്. എന്നാ അതൊക്കെ ഇങ്ങെടുത്തിട്ട് വരും. ഞാൻ ഇവിടെ ഇരുന്ന് അത് മുഴുവനും ഇവിടെ ഇരുന്ന് തിന്ന് കാണിക്കാം. പെറ്റ് വെക്കണോ? പെറ്റ് വെക്കണേ പറ. പെറ്റ് വയ്ക്കാൻ വന്നിരിക്കുന്നു. രാവിലെ വയ്ക്കും, ജോലിയൊന്നും ഇല്ലായിരിക്കും. അല്ല, നമ്മുടെ സ്വത്തുഭാഗത്തെ പറ്റി ബാലേട്ടനൊന്നും പറയണ്ടായോ? ഇല്ല. എന്താ? അല്ല, 2 അറ്റാക്ക് കഴിഞ്ഞിട്ടുള്ള മനുഷ്യനാ. ശ്രദ്ധിക്കുന്നത് നല്ലതാ. എപ്പോഴാ വീഴാന്ന് പറയാൻ പറ്റില്ല. അതിനു മുമ്പ് ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണം, ഇപ്പൊ ദേവുട്ടിക്ക് എന്ത് തരണം, എനിക്ക് എന്ത് തരണം, ഇതൊക്കെ ഒന്ന് തീരുമാനിച്ചു വെക്കുന്നത് നല്ലതാ. ആഹാ, അപ്പൊ ഇതാ മനസ്സിലിരിപ്പ്. പിന്നെ ഇപ്പൊ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ പോയി പറയണ്ട. ഇപ്പൊ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ പോയി പറയണ്ട. ഇപ്പൊ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ പോയി പറയാവൂ. നല്ല ഫീച്ചേഴ്സ്, നല്ല ഹൈറ്റ്, നല്ല ഷേപ്പ്. നിങ്ങൾ ആരാണെന്ന്? എത്ര വയസ്സായി? 63. നിങ്ങൾ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ കല്യാൺ കുമാർ, മാരേജ് അസംബ്ലർ. കുട്ടിക്ക് രാജകുമാരനെ പോലൊരു പയ്യനെ ഞാൻ ആധുനിക ശാസ്ത്ര സങ്കേതത്തിലൂടെ കൊണ്ടുവരും. ഓ, അപ്പൊ താൻ ബ്രോക്കർ ആണല്ലേ? കുട്ടി അച്ഛനോട് പറയൂ, കല്യാണം കഴിപ്പിക്കുന്ന കുമാർ വന്നിരിക്കുന്നത്, പ്ലീസ്. എന്നെ ബ്രോക്കർ എന്ന് വിളിക്കരുത്, മാരേജ് അസംബ്ലർ എന്ന് വിളിക്കണം. കാരണം പഴയ ബ്രോക്കർമാരുടെ രീതി അല്ല എന്റേത്. കംപ്ലീറ്റ് ഇലക്ട്രോണിക് സിസ്റ്റം. ഇലക്ട്രോണിക് സിസ്റ്റം വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലേ? ഈ വിഷയത്തെ കുറിച്ച് വളരെയധികം പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഈ തൊഴിൽ തിരഞ്ഞെടുത്തത്. കമ്പ്യൂട്ടറിലൂടെ നടക്കുന്ന ഒരു വിവാഹ ബന്ധങ്ങളും ഒരു കാരണവശാലും തകരാറില്ല. കാരണം മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണ് കമ്പ്യൂട്ടർ നടത്തുന്നത്. സ്ത്രീക്കോ പുരുഷനോ ഷൈസോഫ്രീനിയ, സോംനാംബുലിസം, അക്യൂട്ട് മെലങ്കോളിയ, ഹൈഡ്രോഫോബിയ എന്നീ മനോരോഗങ്ങൾ ഉണ്ടെങ്കിൽ അതേ മനോരോഗങ്ങളുള്ള സ്ത്രീയുമായോ പുരുഷനുമായോ മംഗല്യ ചരടിൽ കോർത്തുവിടാം. ദാമ്പത്യം ശുഭമായിരിക്കും. വധുവിന് അനുയോജ്യനായ വരനെയെ കമ്പ്യൂട്ടർ തിരഞ്ഞെടുക്കൂ. വിദേശത്തൊക്കെ ഈ രീതി ഫോളോ ചെയ്ത് വളരെയധികം വിജയിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ ആണല്ലോ ഈ വിവാഹ മോചനങ്ങൾ കൂടുതൽ നടക്കുന്നത്. അതെന്താ? അതൊരു പക്ഷേ യന്ത്ര തകരാറുകൊണ്ടായിരിക്കും. ആഫ്റ്റർ ഓൾ മെഷീൻസ്. കുറച്ച് കഴിയട്ടെ, അവൾ വന്നതല്ലേ ഉള്ളൂ. സാവകാശമായിട്ട് നമുക്ക് ആലോചിക്കാം. മതി. അതിനിടയ്ക്ക് അലവലാതി ബ്രോക്കർമാരെ ഇടപെടുത്തി സാറിന്റെ സ്റ്റാറ്റസ് കളയരുത്.
ഞാൻ ഇടയ്ക്ക് മുറയ്ക്കും വന്ന് ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കാം. കമ്പ്യൂട്ടർ ഫീഡ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് ആണല്ലോ. ദമ്പതികൾക്ക് ശോഭനമായ ദാമ്പത്യ ജീവിതം സംഭാവന ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. എന്റെ ഉദ്ദേശത്തിൽ ശുദ്ധിയില്ലേ സാർ? ഉണ്ടുണ്ട്, വേണ്ടോളം ഉണ്ട്. അത് മതി സാർ, ഇത് മതി. ഇത് രൂപയ്ക്ക് 80 പൈസയെ കിട്ടൂ. മോള് വന്നിങ്ങ് കയറിയതേ ഉള്ളൂ, അപ്പോഴത്തേക്കും വിവാഹ ബ്രോക്കറായി, വിവാഹമായി. ഇതെന്ത് കഥ? ഒരു പെൺകുട്ടിയുടെ അച്ഛന് സന്തോഷമുള്ള കാര്യങ്ങളല്ലോ ഇതൊക്കെ. வாங்க மச்சான் வாங்க வந்த வழிய பார்த்து போங்க. வாங்க மச்சான் வாங்க வந்த வழிய பார்த்து போங்க. ഹായ്, നല്ല ഫീച്ചേഴ്സ്, നല്ല ഹൈറ്റ്, നല്ല ഷേപ്പ്. കുട്ടി എന്തേ ഇതുവരെ എന്റെ കമ്പ്യൂട്ടറിൽ പെടാഞ്ഞേ? എന്താ പേര് പറയൂ. ദേവൂട്ടി. എത്ര വയസ്സായി? കാണുന്നത്രയൊന്നും ആയിട്ടില്ല. അതെനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. എങ്കിലും 26 ആയില്ല. 24 മതി. വയസ്സ് കുറച്ച് പറയുന്നതാണ് കമ്പ്യൂട്ടറിന് നല്ലത്. നിങ്ങൾക്ക് പറ്റിയൊരു കേസ് എന്റെ കൈവശമുണ്ട്. 27 വയസ്സുള്ള ഉച്ചറക്കാരൻ. നിങ്ങൾ ബ്രോക്കറാ? എന്നെ ബ്രോക്കർ എന്ന് വിളിക്കരുത്, മാരേജ് അസംബ്ലർ. 420 എന്റെ നമ്പറാണല്ലോ. നിങ്ങൾക്ക് അനുയോജ്യനായ പുരുഷൻ ഞാനാണ്. ഒരു ബ്രോക്കറെ കല്യാണം കഴിക്കേണ്ട ഗതികേട് ഈ ദേവൂട്ടിക്ക് വന്നിട്ടില്ല. ബ്രോക്കർ അല്ല, മാരേജ് അസംബ്ലർ. എന്റെ ദൈവമേ, ഞാനിത് ആരോട് പറയും? ഉപലാമാര അവമാനം ഉണ്ടാക്കി. എന്നെ ബ്രോക്കറെ എന്ന് വിളിക്കല്ലേ എന്ന് ആരോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്റെ അനിയ. നിങ്ങൾ പരമ്പരാഗതമായി തന്നെ ബ്രോക്കർമാരാ. നിന്റെ അച്ഛൻ ബ്രോക്കർ ആയിരുന്നില്ലേ? നിന്റെ അപ്പൂപ്പൻ ബ്രോക്കർ ആയിരുന്നില്ലേ? നിന്റെ അമ്മൂമ്മ ബ്രോക്കറി ആയിരുന്നില്ലേ? നിന്റെ അല്ലേ? പക്ഷെ അവരൊക്കെ പഴഞ്ചൻ രീതിയിലാണ് ഈ തൊഴിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ അതിനെ ആധുനിക രീതിയിൽ ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി. എന്ന് വെച്ചാൽ അലോപ്പതിയുമായിട്ട് ബന്ധമുണ്ടെന്നാണല്ലോ എന്റെ അർത്ഥം. അലോപ്പതി മുറുക്കാൻ പൊതി ഒന്നുമല്ല, കമ്പ്യൂട്ടർ. അപ്പൊ ആയുർവേദമായിട്ട് ബന്ധമുണ്ടെന്ന്? അല്ല, ഇതുകൊണ്ടെന്താ മെച്ചം? വൈദ്യർക്ക് വൈദ്യശാല നടത്തുന്നോണ്ട് എന്താ മെച്ചം? എന്തെങ്കിലും മെച്ചം കിട്ടുമെന്നുള്ള പ്രതീക്ഷ. അതേ പ്രതീക്ഷ തന്നെ എനിക്ക്. അതെയോ? എന്റെ കമ്പ്യൂട്ടർ സിസ്റ്റം കേരളത്തിൽ പ്രചാരം സിദ്ധിച്ചാൽ ഹ്യൂമൻ പവറിന്റെ സ്ഥാനത്ത് മെക്കാനിക്കൽ പവർ വരും. ഹ്യൂമൻ പവർ വിൽ ബി റീപ്ലേസ്ഡ് ബൈ മെക്കാനിക്കൽ പവർ. വൈദ്യർക്ക് എന്തെങ്കിലും മനസ്സിലായോ? എന്ത് മനസ്സിലായി? എല്ലാം മനസ്സിലായി. അനിയന്റെ അപ്പൂപ്പന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ പിഴിച്ചലിന്റെ വിവരം എനിക്ക് നേരിട്ടൊന്നറിയാൻ ഞാനും വരുന്നുണ്ട് വീട്ടിലേക്ക്. വീട്ടിലോട്ട് വരണ്ട. അതെന്താ? അപ്പൂപ്പൻ ചത്തുപോയി. ഗുഡ് മോർണിംഗ്. ഉറക്കമാണല്ലേ? ഹലോ സർ. മനസ്സിലായില്ല. ഞാൻ കമ്പ്യൂട്ടറോ? കമ്പ്യൂട്ടർ യൂണിവേഴ്സൽ മാരേജ് അലയൻസ് ബ്യൂറോയുടെ ഉടമസ്ഥൻ കല്യാൺ കുമാർ എന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. മാരേജ് അസംബ്ലർ. കല്യാണം എന്ന് പറഞ്ഞത് മനസ്സിലായി, പിന്നെ അങ്ങോട്ടൊന്നും മനസ്സിലായില്ല. അനുയോജ്യരായ സ്ത്രീ പുരുഷന്മാരെ മനഃശാസ്ത്രപരമായി കമ്പ്യൂട്ടർ ഉപയോഗിച്ച് മംഗല്യ ചരടിൽ കോർത്തുവിടുന്നവൻ മാരേജ് അസംബ്ലർ. അപ്പൊ ബ്രോക്കർ? എന്നെ ബ്രോക്കർ എന്ന് വിളിക്കരുത്, മാരേജ് അസംബ്ലർ എന്ന് വിളിച്ചാൽ മതി. പിന്നെ ബ്രോക്കറെ അയ്യേ, വന്ന നിലയ്ക്ക് വെറുതെ പോണ്ട. വയസ്സ് 40, നക്ഷത്രം മൂലം. അത് വേണ്ട. സ്വത്ത് എന്ന് പറയാൻ ഇപ്പോ ഈ കാണുന്നതൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് കന്നി. കന്നിയാണെന്ന് കണ്ടപ്പോഴേ മനസ്സിലായി. ജനിച്ച വർഷം കൊടുങ്കാറ്റുണ്ടായ കൊല്ലം. കൊടുങ്കാറ്റുണ്ടായ വർഷം സാരമെല്ലാം കണ്ടുപിടിച്ചോളാം. കൊടുങ്കാറ്റ്, സ്മാൾ പോക്സ്. 128. നിങ്ങൾക്ക് ബ്രഹ്മചര്യമാണല്ലോ കമ്പ്യൂട്ടർ വിധിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാ നിങ്ങൾ കല്യാണം കഴിക്കാൻ പറ്റില്ല. ഒരിക്കലും. ഒരിക്കലും. ബാലേട്ടനെ കാണാനാണല്ലോ വന്നത്. ഓ, അങ്ങേരോട് പറയാനുള്ളതൊക്കെ അവിടെ പറഞ്ഞാൽ. ഓ, പിന്നെ നമ്മളിപ്പൊ ഇവിടെ പറഞ്ഞു ഒന്നും അവിടെ പറയണ്ട. നമ്മളിപ്പൊ ഇവിടെ പറഞ്ഞു ഒന്നും അവിടെ പറയണ്ട. ഓ. ഇപ്പൊ ഇവിടെ പറഞ്ഞതൊന്നും അവിടെ പറയത്തില്ല. ബ്രോക്കർ, ബ്രോക്കർ, ബ്രോക്കർ. മോളെ, അപ്പൊ പുറപ്പെടാം അല്ലേ ബാലേട്ടാ? എങ്ങോട്ട്? അമ്പലത്തിൽ പോണ്ടേ? അതെ, പോകുന്നുണ്ടല്ലോ. ഒറ്റയ്ക്കാ? അല്ല, ഞാനും എന്റെ മോളും കൂടെ.
അത് തന്നെയാ ഞാനും പറയണേ. ഏത്? ഈ മോള് ഇവിടെ വരില്ല വരില്ല എന്ന് എത്ര ശുംഭന്മാരാ പറഞ്ഞു നടന്നേ. അവരുടെ മുമ്പിൽ കൂടെ നമ്മള് കുടുംബക്കാര് മോളെയും കൂട്ടി വെറുതെ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുക. ഓ. 4 ആള് കാണട്ടെ. ആ ശരിയാ, പക്ഷേ ഭാസിപ്പിള്ള ഞങ്ങളുടെ കൂടെ വരണ്ട. അതെ. അല്ല അതെന്താണാവോ? എടോ, അമ്പലത്തിലേക്കായാലും എവിടേക്കായാലും വീട് അടക്കം പോകുന്നു ശരിയാണോ? സ്വന്തക്കാരെന്ന് പറയാൻ ആരെങ്കിലും ഒരാൾ വീട്ടിൽ വേണ്ടേ? അയ്യോ, ഞാൻ എന്തൊരു വിഡ്ഢിയ. അതേലോ. ആ അപ്പൊ ഒരു കാര്യം ചെയ്യും, അമ്പലത്തിലൊക്കെ പോയി വിശേഷ പൂജയൊക്കെ കഴിച്ച് സാവകാശം ഇങ്ങോട്ട് വന്നാ മതി. ആ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓ, മോളെ ദേവതി, എന്താ കുട്ടി ഒരുങ്ങി കഴിഞ്ഞില്ലേ? ഏ? സോറി. ആ മോള് വാ. വരൂ. മോളെ അമ്മാവന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോളൂ കേട്ടോ. വാ മോളെ. പ്രസാദം പായസായിട്ടാണെങ്കിൽ വേണ്ട പൊക്കോളൂ. മോള് വന്നേ. ഇത്രയും നാളും ഇവിടെ ചുറ്റിപ്പറ്റി ഇന്നൊക്കെ വെറുതെ ആയിപ്പോയി. സ്വത്തുക്കളൊക്കെ മോളുടെ പേരിൽ എഴുതി വെച്ചേക്കാ. ഇയാൾക്കേ ഹാർട്ട് അറ്റാക്ക് അല്ല വരണ്ടേ, പിന്നെ പണ്ടാറ് വസൂരി വരണം. ആ എന്റെ വായനൊന്നും കേട്ടാണ്ടല്ലോ, പച്ചത്തറി വരണ വായല് കള്ളനായര്. வீடு வரை உறவு, வீதி வரை மனைவி, காடு வரை பிள்ளை, கடைசி வரை யாரோ. കടശി വരെ നിന്റെ അച്ഛൻ മനുഷ്യന് സമാധാനം കിടക്കുമ്പോഴുള്ള പാട്ടും കുത്തും. അല്ല, ഭാസിപ്പിള്ള എവിടേക്കാ? ആറ്റിച്ചാടി ചാവാൻ എന്താ പോരുണ്ടോ? ഞാനില്ല. ഞമ്മനെ പാവമാ. ഏയ് അങ്ങോട്ട് പോവായിരിക്കും. ചെല്ല് ചെല്ല്, ഇപ്പൊ കിട്ടും. ഞാനേ ഇത്രയും നാൾ ഇവിടെ കിടന്ന് ഇറങ്ങിട്ടേ ഒരു 10 സെന്റ് ഭൂമി പോലും എഴുതി തന്നില്ല. ആ ഈ നായർ വിചാരം കൊമ്പത്താന്നാ. ഞാനേ തനി തറയാ. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഈ ബാലമേന എന്റെ ആരുമല്ല. ആ ഞാനിവിടെ വന്നതേ എന്തെങ്കിലും കിട്ടും വിചാരിച്ചിട്ടാ. ഞാൻ വിചാരിച്ചില്ല ഇയാൾ ഇത്ര വലിയ നാറിയാണെന്നുള്ളത്. ആ ആ ആ പിന്നെ ഞാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞതൊക്കെ അവിടെ പോയി പറയുന്നോണ്ട് എനിക്കൊരു വിരോധമില്ല. ഞാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞതൊക്കെ അവിടെ പോയി പറയുന്നോണ്ട് എനിക്കൊരു വിരോധമില്ല. താൻ ഇപ്പൊ പറഞ്ഞതൊക്കെ അവിടെ പോയി പറയുന്നോണ്ട് എനിക്ക് വിരോധമുണ്ട്. ബാലമേന മാത്രല്ല ഈ നാട്ടിൽ പണക്കാരായിട്ടുള്ളത്, വേറെ പണക്കാർ ഈ നാട്ടിലുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടു. ആ സാർ, ആ മാരേജ് അസംബ്ലറോ? വരൂ, ഇരിക്കൂ. ഇനി എന്നെ മാരേജ് അസംബ്ലർ എന്ന് വിളിക്കണ്ട, ബ്രോക്കർ എന്ന് വിളിച്ചാ മതി. അതെന്താ? നാട്ടിലുള്ള ജ്യോത്സ്യന്മാരും ബ്രോക്കർമാരും എന്തിനധികം രക്ഷകർത്താക്കള് വരെ എന്റെ കമ്പ്യൂട്ടറിനെതിരായി സർ. ഓഹോ. നാടോടുമ്പം നടുവേ ഓടടാ എന്ന് മനസാക്ഷി പറഞ്ഞു സർ. അതുകൊണ്ട് ഞാൻ ബ്രോക്കർ എന്ന പേര് സ്വീകരിച്ചു. അത് ശരി. ആ ഇപ്പോ ജാതകത്തിലൊക്കെ വിശ്വാസം ഉണ്ടോ? അയ്യോ, എനിക്കിപ്പോ അതിലേ വിശ്വാസമുള്ളൂ സർ. എനിക്കിപ്പോ ദരിദ്ര യോഗമാണ്. 3.25 വർഷം. ഞാനിപ്പോ എന്താ വേണ്ടത്? സാറിന്റെ മകളുടെ കല്യാണം കഴിഞ്ഞോ? ഇല്ല. അയ്യോ, എന്നാ ജാതകക്കുറിപ്പൊന്ന് കിട്ടിയാ ഒന്ന് നോക്കിച്ച് പറ്റിയ ബന്ധം ഒന്ന് ആലോചിക്കാമായിരുന്നു. ആ നോക്കാം. പിന്നെ കല്യാണത്തിന് പാചകത്തിന്റെ കോൺട്രാക്ട് കൂടി ഇപ്പൊ ഞാൻ എടുക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇനിയുള്ള കാലം അധ്വാനിച്ച് ജീവിക്കണമെന്നാണ് എന്റെ ഉദ്ദേശം. എന്റെ ഉദ്ദേശത്തിൽ ശുദ്ധിയില്ലേ സാർ? ഉണ്ട്, വേണ്ടോളം ഉണ്ട്. അയ്യോ, അത് മതി സാർ. ആ. സാർ, തിരിച്ചു പോകാനുള്ള വണ്ടിക്കൂലി എടുത്തില്ല. ഒരു 5 രൂപ. അയ്യപ്പൻ പിള്ളേരുന്ന് വാങ്ങിച്ചോളൂ. ഓ